സംസ്ഥാനത്ത് കനത്ത മഴയിൽ 3 മരണം. കൊച്ചിയിൽ വെള്ളക്കെട്ടിൽ വീണ മത്സ്യത്തൊഴിലാളിയും കാസർഗോഡ് മിന്നലേറ്റ് വയോധികനും മരിച്ചു. തൃശൂർ വെള്ളറക്കാട് തോട്ടിൽ വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ 14 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. തിരുവനന്തപുരത്ത് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷമാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഇന്ന് വൈകിട്ടോടെ റമാൽ ചുഴലിക്കാറ്റാകും. കാസർഗോഡ് ബെള്ളൂർ സ്വദേശി ഗംഗാധരനാണ് ഇന്നലെ രാത്രി ഇടിമിന്നലേറ്റ് മരിച്ചത്. 76 വയസ്സായിരുന്നു. പുതുവൈപ്പ് ബീച്ചിലെ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയായ ദിലീപും മരിച്ചു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിൽ വീട് തകർന്ന് 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടാണ് അപകടം. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു വീണു. തലനാരിഴയ്ക്കാണ് വീട്ടുടമ ഗിരിജകുമാരി രക്ഷപ്പെട്ടത്. കാസർഗോഡ് കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു. നെല്ലിക്കാട്ട് സ്വദേശി യമുനയുടെ വീട്ടുമതിലാണ് തകർന്നത്. പലയിടങ്ങളിലും കൃഷിനാശമുണ്ടായി. പത്തനംതിട്ട തുമ്പമണിൽ കിണറിടിഞ്ഞു. റാന്നി കോഴഞ്ചേരി പുതുമൺ പാലത്തിലൂടെയുള്ള യാത്ര താത്കാലികമായി നിരോധിച്ചു. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ഇന്ന് വൈകിട്ടോടെ ഇത് റമാൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.